നമ്മൾ ട്രിവാൻഡ്രം ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ മനോരമ ജംഗ്ഷൻ, ട്രിവാൻഡ്രം നമ്മുടെ തമ്പാനൂർ കഴിഞ്ഞ് കുറച്ചൊരു 1 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. മനോരമ ജംഗ്ഷനിൽ നമുക്കൊരു ഹോട്ടൽ കിട്ടി. ഗോൾഡൻ അവന്യൂ എന്ന് പറഞ്ഞിട്ട്. തിരക്കിടില്ല, കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവർ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇതിനകത്തുണ്ട്. എ സി ഒക്കെ ഓക്കെയാണ്. കാരണം ചില എ സി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പിടുത്തം വരും, അത് പ്രോപ്പറായിട്ട് സർവീസ് കാര്യങ്ങളില്ലെങ്കിൽ. ഇത് ഓക്കെയാണ്. നമ്മുടെ ബഡ്ജറ്റ് ട്രാവലിങ്ങിന് എപ്പോഴും ദീസ് ഓൾ ദ റൂംസ് ആർ ഫീറ്റ്, ഐ തിങ്ക്. ഓക്കെ, അപ്പം അങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, പുറത്ത് ഇവിടെ എവിടെയും പിന്നെ ഒരു സ്ട്രീറ്റ് അങ്ങനെ അടിച്ചു പൊളിച്ച് കാണാനോ അല്ല അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ വല്ല കടപ്പുറത്തൊക്കെ പോകണം. അപ്പം അതല്ലാണ്ട് ലുലു ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അത്യാവശ്യം കേരളത്തിന് തന്നെ വലുപ്പമുള്ള ഒരു ഷോറൂമാണല്ലോ ലുലുവിൻ്റെ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. കേരളത്തിൽ ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ഷൂസൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും കേട് വരാൻ ചാൻസ് ഉണ്ട്, ഷൂസൊക്കെ മഴയത്തിട്ടിട്ട്. അപ്പോൾ ഞാൻ ഒരു ചപ്പൽ വാങ്ങി. എനിക്കത് ഭയങ്കര കംഫർട്ടബിളായി തോന്നിയിരുന്നു. ഞാൻ കാണിച്ചു തരാം. വോക്ക് വേ എന്ന കമ്പനിയുടെ ചപ്പലാട്ടോ. ഇത് നല്ല റബ്ബറാണ്, നല്ല മെറ്റീരിയലാണ്. നമ്മുടെ ക്രോസൊക്കെ ഇല്ലേ, ആ ഒരു ഫീലുണ്ട്. ഓക്കെ, ക്രോസിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി വരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ ഒരു ഫീലുണ്ട്. അത്യാവശ്യം ഗ്രിപ്പ് കാര്യങ്ങൾ, ഒരു ഹൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് കംഫർട്ടായിട്ട് തോന്നിട്ടോ. കാലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഫീലാണ്. കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഈ ഒരു ഫീലാണ് വരുന്നത്. നമ്മളൊരു ഷൂസിൻ്റെ ഗുണം ചെയ്യും, എന്നാലിട്ട് ചപ്പലുമാണ്. ഏത് വെള്ളത്തിൽ വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. ഫീൽ ഗുഡാട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. വലിയ റേറ്റൊന്നുമില്ല, അറൗണ്ട് 450 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് VKCയുടെ ഒക്കെ ചപ്പൽ കിട്ടുന്നില്ല, അവിടെ എല്ലാവിടെയും ഉണ്ട്. വോക്ക് വേ എന്നാണ് അതിൻ്റെ പേര്. പല പല മോഡൽസ് ഉണ്ട് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. സോ മഴക്കാലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതുപോലുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്താൽ നമുക്ക് ഷൂവിന് പകരമായിട്ട് യൂസ് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലുലുവിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നൈറ്റ് കാഴ്ചകളുണ്ട്, അതും കാണാം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. ട്രിവാൻഡ്രം ലുലു മാൾ എന്ന വിസ്മയത്തിനകത്താണ് ഉള്ളത്. നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഓ മൈ ഗോഡ്, ഞാനിതാ ലുലു മാളിനകത്താണ് ഉള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ക്യാമറയിലൊന്നും പകർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ക്യാൻവാസിൽ ഒതുക്കാൻ പറ്റുന്ന കൺസ്ട്രക്ഷനൊന്നുമല്ല. അസാധി ബിൽഡിങ്ങാണ്, അസാധി കൺസ്ട്രക്ഷനാണ്. എന്തായാലും ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത ആ ഒരു ബിൽഡറിന് ഹാറ്റ്സ് ഓഫ്. വെറുതെ അല്ലല്ലോ. സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് മാളാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു ലുലു. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു വരവായിരുന്നു ലുലുവിൻ്റെ. അറൗണ്ട് 20 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വിസ്തൃതി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഞാനങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ മസാജിങ് ചെയർസ്. അപ്പോൾ ഒന്ന് അതിനകത്തിരുന്ന് കുറച്ചങ്ങ് റിലാക്സ് ചെയ്തു. കൊള്ളാട്ടോ. ഫുഡ് മസാജ് എന്നൊക്കെ പറയുന്നത് ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ ഫുഡ് മസാജും കഴിഞ്ഞ് ഇറങ്ങി നടന്ന് ഈ കാണുന്നതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് മാത്രം സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോയിട്ട് സൗത്ത് ഇന്ത്യയിൽ പോലും ഇല്ല അത്ര ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ്. അതിനകത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, എന്തോരം സാധനങ്ങളാണെന്നറിയോ. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ ഒരു ആയിരക്കണക്കിന് വെറൈറ്റി അതിനകത്തുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. എന്തെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കണ്ടാലും കണ്ടാലും മതി വരാത്ത അത്രത്തോളം ബേക്കിംഗ് ഐറ്റംസ് ആണെങ്കിലും ഫിഷ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഉള്ളത്. അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഒരുപാട് ബ്രാൻഡ്, അറൗണ്ട് 300-ലധികം ഇൻ്റർനാഷണൽ ബ്രാൻഡ് കൂടിച്ചേരുന്ന ഒരു പ്ലേസാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രം ലുലു എന്ന് പറയുന്നത്. ഇവിടെ ഇല്ലാത്ത ബ്രാൻഡ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഈ ഒരു കുടക്കീഴിൽ വന്ന് വാങ്ങിച്ചിട്ട് പോവാം. എസ്കലേറ്റർ, അതുപോലെ തന്നെ ഈ പറയുന്ന ബാക്കി ഫെസിലിറ്റികൾ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. എന്ത് പറയണമെന്ന് നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ. ഒരു ദിവസമൊന്നും നടന്ന് കണ്ട് തീർക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല ഇതിനകത്ത്. കുട്ടികൾക്കൊക്കെ ഒരു വേറൊരു മായ ലോകമാണ്. ഇടയ്ക്കിടയ്ക്ക് കൺസ്ട്രക്ഷനിലാണ് അത് ചെയ്തേക്കുന്നത്. അങ്ങനെ ലുലുന്ന് പുറത്തിറങ്ങിയ പുറത്തുനിന്നുള്ള ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
20 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ആ ഒരു ലുലു എന്ന് പറയുന്നത്. സോ റിയലി റിയലി ഗ്രേറ്റ്. കാരണം നമുക്കെന്നും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന യൂസഫ് അലിയുടെ ഒരു സമ്മാനം. എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ട്രിവാൻഡ്രം എത്തുമ്പോൾ ഈ ലുലു എന്ന് പറയുന്ന മഹാസൗധം അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ. ഹായ്, അങ്ങനെ നമ്മൾ മധുരയിൽ നിന്ന് നേരെ കോവളത്തേക്ക് എത്തി. ട്രിവാൻഡ്രം എത്തി. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇപ്പോൾ കോവളമൊക്കെ വന്നതാണ്. രാവിലെ വിഴിഞ്ഞം ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇവിടെയൊക്കെയുള്ള വീഡിയോസ്, ഇപ്പോൾ കോവളമൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെയും ക്ലീഷയായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കാണാത്ത അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം കൂടി അങ്ങ് ഇടാത്തത്, ചവറ് പോലെ. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ കോവളം ബീച്ചിൻ്റെ പാർക്കിംഗ് ഇതിലാണ് ഉള്ളത്. ഇതൊക്കെ കണ്ടുപോരാം. നല്ല നല്ല കാര്യങ്ങളുണ്ട്, നമുക്ക് ഷെയർ ചെയ്യാം തമ്മിൽ കേട്ടോ. അപ്പോൾ എനിവേ, ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ് ഫ്രം കോവളം ബീച്ച്. ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാട്ടോ കൃഷ്ണ ഹോട്ടൽ, കട്ടച്ചൽ കുഴിയിലുള്ള ഹോട്ടൽ. ചിക്കൻ വിഭവം, നാടൻ ചിക്കൻ വിഭവമാണ് ഫേമസ്. കോവളം ബീച്ചൊക്കെ കറങ്ങി വന്നപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഒരു കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ഫേമസ് ആണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സൊക്കെ വരുന്ന ഒരു ഹോട്ടലാണെന്ന് പറഞ്ഞു, കൃഷ്ണ ഹോട്ടൽ. മെയിനായിട്ടും ഇവരുടെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ ചിക്കനാണ് ഇവിടുത്തെ മോസ്റ്റ് ഫ്ലേവർ ആയിട്ടുള്ള, മീൻസ് ഡിമാൻഡുള്ള ഒരു ഡിഷ് എന്ന് പറയുന്നത്. അപ്പം ഞാനും ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ആഫ്റ്റർനൂൺ ലഞ്ച് കൃഷ്ണ ഹോട്ടലിനാക്കാം. നല്ലൊരു വൈബാട്ടോ, പാർക്കിംഗ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം ഏരിയ ഒക്കെ നീറ്റാണ്. കുറച്ച് ഉള്ളോട്ട് വരണം ടൗണിൽ നിന്ന്. നമ്മൾ രാവിലെ വിഴിഞ്ഞത്ത് പോയി, അതിനുശേഷം കോവളം ബീച്ച് കറങ്ങി. ഇതൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ, അതുകൊണ്ട് പിന്നെ ആ സാധനങ്ങളൊന്നും ഇടാത്ത. ഇതിപ്പോൾ കൃഷ്ണ ഹോട്ടലിനകത്ത് പോയിട്ട് നമുക്ക് അവിടെ ഡിഷ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണെന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് കയറി നോക്കാം. ഓൾറൈറ്റ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് അധികം ബോറടിപ്പിക്കില്ല കാര്യത്തിലേക്ക്. നമ്മൾ നാടൻ ചിക്കൻ ഫ്രൈ ആണ്, അതായത് ഗ്രേവിയോട് കൂടി ഫ്രൈ ആണ്. കൂട്ടത്തിൽ തുമ്പ പോലത്തെ കപ്പയും. ആഹാ, അവരുടെ തന്നെ കൂട്ടാട്ടോ. ആ മസാലക്കൂട്ടൊക്കെ അവരുണ്ടാക്കുന്ന അവർ തന്നെ അരച്ചെടുത്ത മുളകും കാര്യങ്ങളൊക്കെയാണ് അവർ അതിൽ ചേർക്കുന്നത്. നല്ല പുട്ട്, ഒരു വെറൈറ്റി പുട്ടാട്ടോ അത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, ടേസ്റ്റ് വേറെയാണ്. ഇത് ചിക്കൻ്റെ വേറൊരു ഒരു വിഭവമാണ്, കുരുമുളക് ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നും നോക്കിയില്ല, പുട്ടെടുത്തിട്ട് ഇച്ചിരി ചിക്കനും അതിൻ്റെ ചാറും ഒക്കെ വെച്ച് ഇതങ്ങനെ കുഴച്ച് അത് നാടൻ ചിക്കനാണെന്ന് ഓർക്കണേ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇവരുടെ തന്നെ ഫാമിലുണ്ടാക്കുന്ന നാടൻ ചിക്കൻ. എന്താ ഇങ്ങനെ അങ്ങ് വെച്ചൊരു കഴിച്ചാണ്ടല്ലോ, എൻ്റെ പൊന്നോ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ കൃഷ്ണ ഹോട്ടലിലെ വിഭവങ്ങളുടെ വിവര പട്ടികയും എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാട്ടോ. അത്യാവശ്യം കുറവ് റേറ്റാണ്, വലിയ കൂടുതലൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് നല്ല ഭക്ഷണവും കഴിച്ചതാണ് ഞങ്ങൾ പുറത്തിറങ്ങി. ഒരു ചെറിയ കടയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് വിപുലീകരിച്ച് ഒരു ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ലെവലിലായിട്ടുണ്ട്. എന്തായാലും ട്രിവാൻഡ്രം വരുന്നവർ കൃഷ്ണ ഹോട്ടലിലെ ഫുഡും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഒന്ന് ട്രൈ ചെയ്യാൻ. ക്ലൈമറ്റ് നമുക്ക് ഫേവർ അല്ലാത്തതുകൊണ്ട് അധികമൊന്നും നമുക്ക് കറങ്ങാൻ പറ്റിയില്ല. ഡേ 3 നമ്മൾ പോയത് നമ്മുടെ പത്മനാഭസ്വാമിയെ കാണാനാണ്. ദ റിച്ചസ്റ്റ് ഗാഡ് ഇൻ ദ വേൾഡ്, ശ്രീ പത്മനാഭൻ. അപ്പോൾ അതിനകത്തും ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. സോ അതിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഇഷ്ടംപോലെ കാണാനുണ്ട് പത്മനാഭൻ്റെ വീഡിയോ. സോ അങ്ങനെ അദ്ദേഹത്തെയും പോയി കണ്ട് വണങ്ങി പ്രാർത്ഥിച്ച് നമ്മളിതാ തിരിച്ച് വയനാട്ടിലേക്ക് പോകാനുള്ള. ഹലോ ഡിയർ ഓൾ, ഗുഡ് ഈവനിങ്. അങ്ങനെ കുറച്ച് ദിവസത്തെ കറക്കം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം ടൗൺ വയനാട്ടിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് കുറേ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോകാൻ കഴിഞ്ഞു. അതിനകത്ത് കണ്ട് ഷിപ്പ്, അകത്ത് കയറി ഷിപ്പ് കണ്ടു, അതിൻ്റെ കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിവിലിനകത്ത് കയറാൻ പറ്റില്ല, അത്രയും പ്രൊട്ടക്റ്റഡ് ആണ്. എങ്കിൽ പോലും നമുക്ക് കയറാനുള്ള അവസരം കിട്ടി. പക്ഷേ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല, അതിനകത്ത് അത്രയും സെക്യൂരിറ്റി റീസൺ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം അതിനുശേഷം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്ത് പോയി. അറിയാലോ, അതിനകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ കറങ്ങി അടിച്ച് അതിൻ്റെ പുറത്തുള്ള കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് പോകുന്നു. പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ തിരിച്ച് നമ്മളിനി വയനാട്ടിലേക്ക് പോവുകയാണ്. ഞാനൊരു സ്ലീപ്പർ ബസ്സിലാണ്, A1-ൻ്റെ
7:30 ഇവിടുന്ന് കയറി. ഇനിയിപ്പം നാളെ രാവിലെ 9. അപ്പോൾ അടുത്ത യാത്രയും അടുത്ത കാഴ്ചകളും ഉടനുണ്ടാവും. നമ്മളുടെ കൂടെ സ്റ്റാച്യു. ഓക്കെ, ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ. ഹൈലി റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ഈ ഫോട്ടോസ് അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല കേട്ടോ. എനിവേ, ഗംഭീരമായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പ്. യാത്രകൾ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ്. ഓസം ലൈഫ്.